വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവർ പാർട്ട് 1 ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണുക. ശ്രീരാജിനെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ശ്രീരാജിനോടും ബിന്ദുവിനോടുമായി ഡോക്ടർ പറഞ്ഞു, കുറച്ചു കൂടുതലായി ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഉപകരണങ്ങൾ ഇവിടെയില്ല. ആയതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നതാവും നന്നാവുക. എത്രയും പെട്ടെന്ന് കാണിക്കുകയും ചെയ്യണം. പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്തുള്ള ശ്രീരാജിൻ്റെ സുഹൃത്ത് പ്രമോദിൻ്റെ ഓട്ടോറിക്ഷയിൽ അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ശ്രീരാജിൻ്റെ സുഹൃത്ത് പ്രമോദ് ഓരോരോ ആവശ്യത്തിനായി ഓടി നടക്കുകയാണ്. ബ്ലഡ് ടെസ്റ്റിനും ചെക്കപ്പിനുമായി പരക്കെ ഓട്ടം. ഓരോ തവണ സിസ്റ്റർമാർ വന്ന് ശ്രീരാജിൻ്റെ പേര് വിളിച്ച് ബ്ലഡ് ടെസ്റ്റും ചെക്കപ്പുകളും നടത്തുമ്പോഴും അവരുടെ ഉള്ളിൽ ഭയം കൂടിക്കൂടി വന്നു. മനസ്സിൽ ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ അവർ സ്വയം സമാധാനിച്ചു. അങ്ങനെ ഡോക്ടർ എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞതിന് ശേഷം ബിന്ദുവിനോടും ശ്രീരാജിൻ്റെ അമ്മയോടും അവിടെ നിൽക്കാനും പ്രമോദിനോട് ശ്രീരാജിനെ കൂട്ടി പുറത്തു നിൽക്കാനും പറഞ്ഞു. അങ്ങനെ പ്രമോദും ശ്രീരാജും പുറത്തു പോയതിനു ശേഷം ബിന്ദുവിനോടും ശ്രീരാജിൻ്റെ അമ്മയോടുമായി ഡോക്ടർ രോഗവിവരങ്ങൾ പറഞ്ഞു. ശ്രീരാജിന് ബ്ലഡ് ക്യാൻസറാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ബിന്ദുവും ശ്രീരാജിൻ്റെ അമ്മയും നെട്ടിത്തരിച്ചുപോയി. ശ്രീരാജിൻ്റെ അമ്മയ്ക്കും ബിന്ദുവിനും ഈ ലോകം അവസാനിക്കുന്നത് പോലെ തോന്നി. ഡോക്ടർ അവരോട് അടുത്ത ആഴ്ച വന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. ബിന്ദുവും അമ്മയും ഒരുവിധം നടന്ന് ഓട്ടോറിക്ഷയിൽ വന്നിരുന്നു. അവർ വീട്ടിലേക്ക് പോകും വഴി ശ്രീരാജ് ബിന്ദുവിനോട് ചോദിച്ചു, എന്താണ് ഡോക്ടർ പറഞ്ഞത്? ബിന്ദുവിൻ്റെ നെഞ്ചൊന്ന് പിടക്കാൻ തുടങ്ങി. ഒരു നിമിഷം മറുപടി പറയണമെന്നറിയാതെ ബിന്ദു അന്താളിച്ചു നിന്നു. പിന്നെ ബിന്ദു പറഞ്ഞു, ഡോക്ടർ കുറച്ചുകൂടി ടെസ്റ്റ് ഉണ്ട്, അടുത്ത ആഴ്ച വന്ന് ഒന്നുകൂടെ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. വീട്ടിലെത്തിയ ബിന്ദുവും ശ്രീരാജിൻ്റെ അമ്മയും ആരോടും ഒന്നും മിണ്ടാതെ ഒരു മിണ്ടാട്ടമില്ലാത്ത പോലെയായി. ആ വീട് ഉറങ്ങി ഒരു മരണ വീട് പോലെ ആയിരിക്കുന്നു. പാവം ശ്രീലക്ഷ്മി. അവൾ അമ്മ ബിന്ദുവിനോടും അമ്മൂമ്മയോടും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഒരു മിണ്ടാട്ടവുമില്ല. അവൾ ആകെ ദുഃഖിതയായി. അങ്ങനെ അഡ്മിറ്റ് ആകേണ്ട ദിവസം രാവിലെ ബിന്ദു അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നില്ല. നമുക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ. ഹോസ്പിറ്റൽ ചെലവിനും പണം വേണം. അതുകൊണ്ട് അമ്മ ഏട്ടനെയും കൂട്ടി മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊള്ളൂ. എന്നിട്ട് ബിന്ദു കുറച്ച് പണമെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഹോസ്പിറ്റൽ ചെലവിന് ഉപയോഗിക്കാം. അതുപോലെ ഡ്രസ്സും പുതപ്പ്, വിരിപ്പ്, തലയിണ ഒന്നും എടുക്കാൻ മറക്കേണ്ട എന്ന് പറഞ്ഞ് ബിന്ദു കോളേജിൽ പോവാൻ റെഡിയായി തുടങ്ങി. ബിന്ദു ഡ്രസ്സൊക്കെ മാറ്റി കോളേജിലേക്ക് പോകാൻ നേരം ശ്രീരാജിനെ ഒന്ന് നോക്കി ഒരു നിമിഷം നിന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ നേരെ കോളേജിലേക്ക് നടന്നു നീങ്ങി. ശ്രീരാജിൻ്റെ അമ്മയ്ക്ക് ഒരു നിമിഷം മനസ്സിൽ കഴിഞ്ഞ കാലങ്ങൾ ഒരു സിനിമാ സ്ക്രീനിലെന്ന പോലെ മിന്നി മറഞ്ഞുപോയി. ശ്രീരാജിൻ്റെ അമ്മയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അമ്മ തൊട്ടടുത്ത റൂമിൽ കയറി അലമാരയുടെ കണ്ണാടിയിൽ നോക്കി വാ പൊത്തി കണ്ണുനീർ ഒഴുക്കി. അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഉടനെ അമ്മ ശ്രീരാജിൻ്റെ വിളി ശബ്ദം കേട്ടു. അമ്മേ! ശ്രീരാജിൻ്റെ അമ്മ ഉടനെ അയലിൽ കിടന്ന മുണ്ടെടുത്ത് മുഖം തുടച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ മോനെ? പ്രമോദിനെ വിളിച്ചാലോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവണ്ടേ? അമ്മ പറഞ്ഞു, ബിന്ദുവിൻ്റെ അമ്മ വരുന്നുണ്ട്, ശ്രീലക്ഷ്മി മോളെ കൊണ്ടുപോവാൻ. മോളെ അവിടെ നിന്നും സ്കൂളിൽ പറഞ്ഞു വിട്ടുകൊള്ളാമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ബിന്ദുവിൻ്റെ അമ്മ വന്നു. ശ്രീലക്ഷ്മി മോളെയും കൂട്ടി ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ശ്രീരാജ് പ്രമോദിൻ്റെ ഫോണിൽ വിളിച്ചു. പ്രമോദ് വന്നു. ശ്രീരാജും അമ്മയും മെഡിക്കൽ കോളേജിൽ പോയി. ബിന്ദു കോളേജിൽ പോയെങ്കിലും ക്ലാസ് എടുക്കാനൊന്നും ബിന്ദുവിന് പറ്റുന്നില്ല. ബിന്ദുവിൻ്റെ മനസ്സ് വിങ്ങി പൊട്ടുകയായിരുന്നു. ദൈവമേ, ഏട്ടൻ്റെ ക്യാൻസർ രോഗം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണമേ. ബിന്ദുവിൻ്റെ മനസ്സ് ബിന്ദുവിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകളിൽ നിന്നും ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ദൈവമേ, ഏട്ടന് വല്ലതും പറ്റിയാൽ എൻ്റെയും മോളുടെയും അവസ്ഥ എന്താകും? ഏട്ടൻ്റെ രോഗം ഇനി മാറില്ലേ? അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു വിദ്യാർത്ഥി, ബിന്ദു ടീച്ചർ. ആ വിളി കേട്ട് നെട്ടി ഉണർന്നതുപോലെ ബിന്ദു ചോദിച്ചു, എന്താ? ആ വിദ്യാർത്ഥി പറഞ്ഞു, ഒന്നുമില്ല ടീച്ചർ. ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒന്നും ക്ലാസ് എടുത്തിട്ടില്ല. ടീച്ചർ വന്നത് മുതലേ ആലോചനയിലായിരുന്നു. അപ്പോൾ ബിന്ദു പറഞ്ഞു, അതൊന്നുമില്ല മോനെ, വെറുതെ ഓരോന്ന് ആലോചിച്ചു പോയതാ. ഇതേ സമയം ശ്രീരാജും അമ്മയും പ്രമോദും അഡ്മിറ്റിനുള്ള തയ്യാറെടുപ്പിലാണ്.
അമ്മയുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അമ്മ ചിന്തിക്കുന്നത് മറ്റൊന്നുമായിരുന്നില്ല. തൻ്റെ മോനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാർഡിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ക്യാൻസർ വാർഡ് എന്ന് എഴുതിയ വാക്ക് എൻ്റെ മോൻ വായിച്ചാൽ എന്നാലോചിച്ച് അമ്മയുടെ നെഞ്ച് പിടയാൻ തുടങ്ങി. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ പ്രോസസ്സും തീർത്ത് പ്രമോദ് ഫയൽ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ശ്രീരാജിനോട് പറഞ്ഞു, ഇനി ഞാൻ കൊണ്ടുപോകാൻ വരാം എന്ന് പറഞ്ഞ് പ്രമോദ് നടന്നുപോയി. അമ്മ ശ്രീരാജിൻ്റെ കൈ പിടിച്ച് പതിയെ മുന്നോട്ട് നടന്നു. അമ്മ ഓരോ വാർഡും നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അമ്മയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനൽ ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.